എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. എന്താടാ ഇന്നത്തെ വിജയക്കൊടി പാറിച്ചതിന്റെ ഇന്ന് ബാക്കിയും കൂടെ പാറിക്കാന്ന് കരുതിയിട്ടാ അടിക്കാനായിട്ട് ഉണ്ടാട്ടം മുട്ടി പോയാ ഫസ്റ്റ് കിഴിയിൽ തന്നെ തുടങ്ങാം. അല്ലാതെ സെക്കൻഡ് കിഴിയിൽ തുടങ്ങുമോ? അങ്ങനെയല്ല, ഫസ്റ്റ് കിഴിയിൽ തന്നെ നിനക്ക് തലക്കെട്ട് തന്ന് തുടങ്ങാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വേണ്ട, ഞാന് അടുത്ത കിഴിയാക്കാം. എക്സ്ട്രാ ഡീസന്റ് ആവുക. ഇഡി സിനിമയുടെ സിനിമയുടെ സിനിമ പാക്കപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അമീർ പള്ളിക്കൽ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂടും പിന്നെ ഗ്രേസ് ആന്റണി പിന്നെ ശ്യാം പിന്നെ മൂപ്പരുടെ പേര് ജനാർദ്ദന്റെ മകൻ സുധീർ കരമന. പിന്നെ നായിക ഓർമ്മല്ല, നായികന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, വിനയ പ്രസാദ്. അത് വേറൊരു നായിക അല്ലേ? ഓക്കെ, അടുത്ത കിഴി. എന്തായാലും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും ലിസിൻ സ്റ്റീഫനും കൂടിയിട്ടാട്ടോ. അടുത്ത കിഴി. സിനിമ കഴിഞ്ഞു കേട്ടോ. അതെ, വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ബബ്ബ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ബാലു വർഗീസ് ഓൺ ബോർഡ്. അതായത് നമ്മുടെ കിങ് ലെയറില്ലേ, അതിനുശേഷം ദിലീപിന്റെ കൂടെ ബാലു വർഗീസ്. അതൊരു പൊളി കോംബോ ടീമായിരുന്നല്ലോ. അതിനകത്തൊരു പാട്ടോ തിരിഞ്ഞു കിച്ചണിലേക്ക് ഒരു രക്ഷയില്ല. എന്താണെങ്കിലും മറ്റൊരാളും കൂടി ഉണ്ട്, അതായത് നമ്മുടെ കിങ്സ്ലി. ആള് മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. സിനിമയിലേതാ ഓൺ ബോർഡ്. രണ്ടുപേരും കൂടി ഓൺ ബോർഡ് ആയിട്ടുണ്ട്. സംഭവബഹുലമാണ് ഈ സിനിമ. ജൂലൈ 14 സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഓടും കുതിര ചാടും കുതിര സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂള് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് കുറച്ച് ബ്രേക്കിലായിരുന്നു. അപ്പം ഇന്നലെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൽത്താഫാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ഫഹദ് ഫാസിലാണ് നായകൻ. നായികാരാ നമ്മുടെ കല്യാണി പ്രദർശൻ അല്ലേ. അടുത്ത കിഴി. ഭൈരവാന കോണേപ്പാട്ടാണോ? കോണേടി കോണേടി മാത്രമല്ല, കോണ് തെറ്റിയ വർത്താനം. കറക്റ്റ് ആണോ? എന്തായാലും കറക്റ്റ് ആവില്ല. എന്താണ് ഭൈരവാന കൊണപ്പാട്ടോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാർ നായകനാവുന്ന സിനിമയാണ്. ഫസ്റ്റ് ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. എങ്ങനെയുണ്ട്? കിട്ടുന്ന സാധനം. ഹേമന്ത് എം റാവു ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പേജിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ദൈർഘ്യം അത് കുറച്ച് കൂടുതലാണ്. കുറച്ച് കൂടുതൽ യാത്ര ചെയ്യണം സത്യം, ലാസ്റ്റിലേക്ക് എത്തണമെങ്കിൽ. തുടങ്ങി കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ എത്തണമെങ്കിൽ അല്ലേ? അതെ. തങ്കലാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ, അതായത് ജൂലൈ 10 പുറത്തു വിടുന്നുണ്ട്. പക്ഷെ ടൈം വന്നിട്ടില്ല. 6 മണി ആയിരിക്കാനാണ് ചാൻസ്. എന്തായാലും വരട്ടെ. വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രെയിലറാണ്. സത്യം. ഓക്കെ, പാരഞ്ജിത്ത് മൂവി അറിയാലോ. അടുത്തത് ബൃന്ദ വെബ് സീരീസ് ആണ്. 7 ഭാഷകളിലാണ് ഈ വെബ് സീരീസ് വരുന്നത്. സോണി ലീവിലാണ്. ഓക്കെ, നമ്മുടെ തൃശ്യാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഓക്കെ, ഓഗസ്റ്റ് 2-ാം തീയതി അല്ലേ? ഓഗസ്റ്റ് 2-നാണ്. അത് മറന്നു. അത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഒന്നും കൂടി അത് എടുത്ത് പറഞ്ഞതാണ്. അപ്പൊ ഡേറ്റ് ഒന്നും പറയാണ്ട് അങ്ങ് പോയേക്കുക. സോറി. അടുത്തത് ലക്കി ഭാസ്കർ സിനിമയുടെ റിലീസ് ഡേറ്റ്, പുതിയ ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 7-ാം തീയതി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു. പോസ്റ്റർ നമ്മളിത് ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 7-ാം തീയതി ആയിരിക്കും മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് മകന്റെ ഗിഫ്റ്റ്. കൊള്ളാല്ലേ? ഈ സെപ്റ്റംബർ മാസം ജനിച്ചവരൊക്കെ ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും, ലെജൻസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ലാലേട്ടൻ സത്യനന്ദിക്കാട് മൂവി സിനിമയുടെ ടൈറ്റിൽ ഇന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് ഹൃദയപൂർവ്വം.
അടിപൊളി. മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട്. ഈ മനസ്സിനക്കരെ എന്നൊക്കെ പറഞ്ഞ തന്നെ ഹൃദയപൂർവ്വം. അതിനേക്കാൾ അപ്പുറം ഒരു ഭയങ്കര ഒരു സ്വീറ്റ്നെസ് ഒക്കെ വരുന്നുണ്ട്. മനസ്സിനക്കരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനക്കരയാണല്ലോ. ഇത് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. അതാണ് ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ടൈറ്റിൽ. അത്രയും മനോഹരമായ ഒരു പേരാണത്. എന്തായാലും അഖിൽ സത്യൻ ഒരു ഫോട്ടോ ഇട്ടുണ്ട്. സ്റ്റോറി 3 പേര് നിൽക്കുന്നു. അതായത് ആന്റണി പെരുമ്പാവൂർ, ലാലേട്ടൻ, പിന്നെ നമ്മുടെ സത്യനന്ദിക്കാട്. എന്തായാലും ഫണ്ണാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലേ. കോമഡി സിനിമ തന്നെ ആയിരിക്കും. പിന്നെ ഹൃദയസ്പർശിയായ സിനിമയായിരിക്കും ഉറപ്പാണല്ലോ. സത്യനന്ദിക്കാടാണല്ലോ പേരും. ഹൃദയപൂർവ്വം. നല്ല ടൈറ്റിൽ. അടിപൊളി ടൈറ്റിൽ. അടിപൊളി. മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ നമ്പർ 6 സിനിമയുടെ ഷൂട്ട് നാളെ കൊച്ചിയിൽ തുടങ്ങുകയാണ്. മമ്മൂക്ക തന്നെയാണ് പ്രധാന വേഷത്തിൽ. അതായത് ഗൗതം മേനോനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പിന്നെ ചില റൂമേഴ്സ് പ്രകാരം ഇതിൽ ഒരു വളർന്നു വരുന്ന യുവതാരം മമ്മൂക്കയുടെ കൂടെ ഉണ്ടാവുന്നതാണ്. യുവതാരങ്ങളൊന്നും വളരാറില്ലേ സാധാരണ? ഇത് വളർന്നു വരുന്ന ഒരാളാണ്. വളർന്നു വന്നിട്ടല്ല ഒരു യുവതാരങ്ങളായത്. അല്ലല്ല, യുവതാരം വളർന്നു വരുന്ന ഒരു യുവതാരം ഇതിലുണ്ടാവും. ഓക്കെ അടുത്ത കിഴി. ഇതെന്തായാലും ഉറപ്പിച്ചിട്ടോ. അല്ല 8-ാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാറി എന്തായാലും കൺഫേം ആയി. നാളെ 10-ാം തീയതി മമ്മൂട്ടി ജോയിൻ ചെയ്യണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും നാളെയാണ് പൂജ, നാളെയാണ് ഷൂട്ട് തുടങ്ങുന്നത്. അടുത്തത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ഗോട്ട് സിനിമയുടെ തെലുങ്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ മൈത്രി മൂവി മേക്കേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. തെലുങ്കാനയും ആന്ധ്രാപ്രദേശും രണ്ടും ഇവർ തന്നെയാണ്. ഓക്കെ സെപ്റ്റംബർ 5-നാണ് സിനിമ റിലീസിനെത്തുന്നത്. സെപ്റ്റംബർ 7-നാണ് ലക്കി ഭാസ്കർ. അപ്പോൾ ബിഗ് ക്ലാഷ്. അതൊരു സത്യമാണോ? ക്ലാഷ് തന്നെ. അടുത്തത് സ്പിരിറ്റ്. സന്ദീപ് റെഡ്ഡി വാങ്കെ. ഇന്നലെ എനിക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ പറഞ്ഞത് അല്ല, ഈ സ്പിരിറ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് അറിയാം സ്പിരിറ്റ് എന്നുള്ള പേരുണ്ടെങ്കിൽ അതെന്തായാലും എനിക്ക് കിട്ടാൻ സാധ്യതല്ല. അത് ശരിയാ, കറക്റ്റ് കിഴിയാ. തീർച്ചയായിട്ടും അതിൻ്റെതായ വലിപ്പമുള്ളവർക്ക് അത് കിട്ടാൻ പാടുള്ളൂ. അത്ര തന്നെ ഉള്ളൂ. അതിനുള്ള യോഗ്യത തീർച്ചയായിട്ടും ആ ഒരു വലിപ്പത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് യോഗ്യത വേണം. ആ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. എന്താണെങ്കിലും പറയാൻ പോകുന്നത് അത്ര വലിയ സന്തോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല. നന്നായത് സത്യമായിട്ട് പറയാം. ഡോൺലി വരുന്നുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ന്യൂസാണ്. പക്ഷെ അത് നല്ല കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ? ഒരിക്കലും അല്ല. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഓക്കെ, പക്ഷേ അതിൻ്റെതായ ഒരു വലുപ്പം അതിന് വേണ്ടി വരില്ലേ ആ ക്യാരക്ടർ ഡോണിലേക്ക് വരുമ്പോൾ? പിന്നെ അതുമല്ല, സിനിമ തന്നെ ഏതൊക്കെ റേഞ്ചിലേക്ക് മാറ്റേണ്ടി വരും. അത് മാത്രമല്ല, ഇപ്പോൾ അമിതാഭ് ബച്ചൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലിക്ക് ആരുടെ കയ്യിലാണ്? അമിതാഭ് ബച്ചൻ. അതുപോലെ അതിനേക്കാൾ അപ്പുറത്തേക്ക് മാറും ഡോൺലി വരും. ഡോൺലി വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നെ അത് വേറെ റേഞ്ചിലേക്ക് പോയി. അതെ, അപ്പം ഡോൺലി ഇല്ല, ഐശ്വര്യ റായി ഇല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇല്ല, കത്രീന കൈഫും ഇല്ല. ഇതെല്ലാം തെറ്റാണെന്നുള്ളതാണ്. ഫുൾ റൂമറുകൾ വെറുതെ അടിച്ചിറങ്ങി വിട്ടേക്കുന്നതാണ്. അതായത് സന്ദീപ് റെഡ്ഡി വാങ്ക പുറത്തുനിന്ന് ഒരു വില്ലനെ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അത് ആരും ആവും. ഓക്കെ അല്ലേ? സന്തോഷം. ഓക്കെ, പിന്നീട് ഓൺലൈൻ ആണോ ആവും? ഇല്ല, ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ പറയാനില്ല. ഓക്കെ, അടുത്തത് മാർക്കോ സിനിമയുടെ ന്യൂ ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ട്. കാണാം, ലൊക്കേഷൻ വീഡിയോ. ഇപ്പൊ വലിയ താല്പര്യം കിട്ടുന്നില്ല അല്ലേ? പക്ഷെ നമുക്ക് ഓരോരുത്തരും അയച്ചു തരും. അപ്പൊ നമ്മൾ ചെയ്യാണ്ടിരിക്കാനും പറ്റൂല. അത് വേറെ സത്യം. കണ്ടമാനം വരുന്നത് കൊണ്ട് പുകയാണല്ലോ എൻ്റെ മോനെ. ഇങ്ങനെ ഒരു സീന് കാണുമ്പോൾ അതിലേക്ക് ഉണ്ണിമുഖം തന്നെ എന്ന് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന സീൻ എന്നറിയോ? മാളികപ്പുറം ഫൈറ്റ് സീന്. ആമ്പോ ദേ വരുന്നോന്ന്. ഇപ്പൊ ഇവരിങ്ങനെ പുകച്ച് ശരിക്കുമുള്ള പുകയ്ക്കൽ തന്നെയാണോ? ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വീഡിയോ ഇട്ടിട്ട് അതാണ് പുകയ്ക്കുന്ന അവസ്ഥയാണോ? എന്തായാലും അനീഫ് അദേനി ചിത്രമാണ് മാർക്കോ. നല്ലൊരു തിരിച്ചുവരവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ണിമൂന്തന്റെ അല്ല, അനീഫ് അദേനി. ഉണ്ണിമൂന്തന്റെ പാൻ ഇന്ത്യൻ ചിത്രം, അനീഫ് അദേനിയുടെ തിരിച്ചുവരവ്.
ബോസാൻകോ. ഓ മൈ ഗോഡ്, അടുത്തത് അസഹനീയം. ഇന്ത്യൻ 2. സിനിമയുടെ കേരള ബുക്കിംഗ് നാളെ, അതായത് ജൂലൈ 10 7 PM. ഓക്കെ, വൈകുന്നേരം 7 മണിക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ജൂലൈ 12 സിനിമ റിലീസിനെത്തുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവിടെ, ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുന്ന. എന്നാലും ഒന്ന് ഉറപ്പിച്ചു എന്നുള്ളൂ. നീ ഉറപ്പിക്കും, നിനക്കാണുള്ള കിഴി കിട്ടിയത്. ഓക്കെ, അടുത്തത് ബോട്ട്. യോഗി ബാബു നായകനാവുന്ന സിനിമ. ഗൗരി കിഷനാണ് സിനിമയിലെ നായിക. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ എത്തിയിട്ടുണ്ട്. വീഡിയോ അല്ല, ഫോട്ടോ ആണ്. മറ്റേ ടീസർ പോലെയാണ്. പിന്നെന്താ ഇതിൽ പ്രത്യേകിച്ച്? ശിബുദേവനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗിബ്രാനാണ് സിനിമയുടെ മ്യൂസിക്. ഓക്കെ, അപ്പൊ ഇന്നത്തെ കിഴിയും എന്നത്തെയും പോലെ തന്നെ വീണ്ടും ഇന്നലത്തെ പോലെ ഇവൻ തൂക്കി. അതിന് മുമ്പുള്ള ദിവസങ്ങളൊക്കെ എനിക്കായിരുന്നു. ശരി, അപ്പോൾ ബൈ, പിന്നെ കാണാം. ബൈ, ഒരു മിനിറ്റ് കയറട്ടെ.